Meet the editors. വെള്ളാപ്പള്ളിയെ വണങ്ങണോ എന്നാണ് ചോദ്യം. സ്മൃതിയിൽ നിന്ന് തുടങ്ങാം. സ്മൃതി, SNDPയുടെ പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ പോയി വെള്ളാപ്പള്ളി നടേശനെ ഷോളണിയിക്കുന്നു, പുകഴ്ത്തി പറയുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദം കേരളം അതിനുശേഷം കണ്ടു. മലപ്പുറം വിവാദത്തെ പരസ്യമായി തള്ളി പറയാതെ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് UDF-ൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് വലിയ രാഷ്ട്രീയ വിഷയമായി മാറി. പിന്നീടും വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ടാണ് UDF അവരുടെ രാഷ്ട്രീയ പ്രചരണം കടുപ്പിച്ചത്. ഇന്നിപ്പോൾ ഇതാ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് പോയി VD സതീശൻ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ബിന്ദു കൃഷ്ണ ആശീർവാദം വാങ്ങുന്നു. തുഷാ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന BDJS-ൻ്റെ നേതാവ് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോയി ആശീർവാദം നൽകുന്നു, അഥവാ ആശംസകൾ അറിയിക്കുന്നു. പിന്നീട് കണിച്ചിക്കുളങ്ങരയിൽ മറ്റൊരു സ്ഥലത്ത് തുഷാ വെള്ളാപ്പള്ളിയുടെ മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി പോകുന്നു. വെള്ളാപ്പള്ളിയെ വണങ്ങണോ എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വിധിയെ പരിഹസിക്കുന്ന രൂപത്തിൽ ഈ മന്ത്രിമാർ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പോൾ പറഞ്ഞ മൂന്ന് സംഭവങ്ങളാണല്ലോ നമ്മൾ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. ഒന്ന്, ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ അങ്ങോട്ട് പോയി കണ്ട് അനുഗ്രഹം വാങ്ങുന്ന ആ കുനിഞ്ഞു നിൽക്കുന്ന ചിത്രം, ആ ചിത്രമാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചയ്ക്ക് ആധാരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി VD സതീശനെ പറവൂരിലെ വീട്ടിലെത്തി കാണുകയാണ്. വീട്ടിലെത്തിയ ഒരു നേതാവ് കാണാൻ വരുമ്പോൾ അത് വാതിലടയ്ക്കേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. മൂന്നാമത്തത്, രമേശ് ചെന്നിത്തല NDA കൺവീനർ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചു എന്നുള്ളതല്ല. അത് കാർത്തികപ്പള്ളിയിലെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാര്യയുടെ അച്ഛൻ, അദ്ദേഹം SNDP യൂണിയൻ്റെ പ്രസിഡന്റാണ്, അശോക് പണിക്കർ. അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചുള്ള കൂടിക്കാഴ്ച, അദ്ദേഹത്തെ കാണാൻ പോയതാണ്. അവിടേക്ക് തുഷാർ വെള്ളാപ്പള്ളി വരികയായിരുന്നു. പിന്നീട് ആ ചിത്രങ്ങൾ തുഷാർ വെള്ളാപ്പള്ളി ഫേസ്ബുക്കിലൂടെ ഇട്ടു എന്നുള്ളതാണ് ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിശദീകരണം. അതെന്തായാലും ഇപ്പോൾ സമുദായ നേതാക്കൾ ഇങ്ങോട്ട് വന്ന് കാണുമ്പോൾ വാതിലടയ്ക്കണമെന്നോ സമുദായ നേതാക്കളെ ഒന്ന് കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നതിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാണുന്നതിൽ തെറ്റില്ല. കാരണം സമുദായ നേതാക്കൾക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാനുണ്ടാകും, അത് കേൾക്കേണ്ടി വരും. ചില ചടങ്ങുകളിൽ ഒരുമിച്ച് നിൽക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. ഇതിലൊന്നും തെറ്റില്ല. പക്ഷേ അത് ഈ പറഞ്ഞ വണങ്ങുന്ന രൂപത്തിൽ, പോയി അനുഗ്രഹം വാങ്ങുന്ന രൂപത്തിലാകുമ്പോൾ പരിഹസിക്കണം എന്ന് കാണാം. കാരണം 102 എന്ന ഒരു വലിയ അക്കത്തിലേക്ക് UDF-ന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ഇവിടുത്തെ മതേതര നിലപാട്, തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണിച്ച അല്ലെങ്കിൽ UDF-ലെ ചില നേതാക്കൾ കാണിച്ച മതേതര നിലപാടിന് കൂടി കിട്ടിയ വോട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മതേതര നിലപാട് എന്ന് പറയുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന് മാത്രം സംഭവിച്ചിരിക്കുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് മാത്രം വന്നിരിക്കുന്ന വലിയ വോട്ട് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ അതിനെ കാണുന്നില്ല. പ്രത്യേകിച്ച് മലബാറിലും കേരളമാകെയും മതേതരമായ വോട്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തിനെതിരെ കൂടി നൽകിയ വോട്ടാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചിരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഓർത്തെടുക്കാം. അദ്ദേഹം VD സതീശനുമായി ബന്ധപ്പെട്ട് അതുകൂടി ആദ്യം പറയണമല്ലോ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ അധിക്ഷേപങ്ങളിൽ കേരളം കണ്ടതിൽ ഏറ്റവും പരമപന്നൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നമുക്ക് അത് ആ ചർച്ചയിൽ ഉപയോഗിക്കാൻ പോലും പറ്റാത്തൊരു വാക്ക് അദ്ദേഹം പ്രയോഗിക്കുന്നു. ഈഴവ വിരോധി എന്ന് വിളിക്കുന്നു. പ്രതിപക്ഷ നേതാവെന്ന മര്യാദയോ ബഹുമാനവും ഇല്ലാത്ത നേതാവെന്ന് പറയുന്നു. ഇന്നലെ പൂത്ത തകര എന്ന് പറയുന്നു. ഊളംപാറയിൽ ചികിത്സിക്കണമെന്ന് പറയുന്നു. ഇത്രയും അധിക്ഷേപ പ്രസംഗങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അടുത്തതായി ഞാൻ കേൾക്കുന്നത് മുഖ്യമന്ത്രിയെ അങ്ങോട്ട് പോയി കാണാൻ പോകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളിയും കാണാൻ പോകുന്നുണ്ട് എന്നുള്ള വാർത്ത കൂടി ഇതിനൊപ്പം ചേർത്ത് വെക്കണം. കാണണമല്ലോ, കാണുമ്പോഴാണല്ലോ ആവശ്യങ്ങൾ പറയാൻ പറ്റുക. അപ്പോൾ മുഖ്യമന്ത്രിയെ കാണുന്നു. അപ്പോൾ ഈ സമുദായ നേതാവിന് ഇഷ്ടപ്പെടാത്ത ഒരാൾ മുഖ്യമന്ത്രി അയക്കുന്നു. ആ മുഖ്യമന്ത്രിയെ കാണാൻ ആ സമുദായ നേതാവിന് വരേണ്ടി വരുന്നു എന്നുള്ളത് ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ നേതാവിൻ്റെ വിജയം കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ കാണാൻ ചെല്ലട്ടെ. അപ്പോൾ ആ ഒരു പ്രസംഗം നടത്തുന്നു. നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിച്ച അല്ലെങ്കിൽ ഞെട്ടിച്ച വിഷയം, അല്ലെങ്കിൽ ദിവസങ്ങളോളം നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്തായിരുന്നു? മലപ്പുറത്ത് അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നു എന്നുള്ള പ്രസംഗമായിരുന്നു. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് നടത്തിയ പ്രസംഗമായിരുന്നു. പ്രത്യേകം ചില ആളുകളെ സംസ്ഥാനമാണ് എന്ന് പറഞ്ഞ പ്രസംഗമായിരുന്നു. അവിടെ ജീവിക്കുന്ന, പ്രത്യേക രാജ്യത്ത് ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള പിന്നാക്കക്കാർ. അതായത് അവിടെ സ്നേഹത്തോടെ കഴിയുന്ന ഹൈന്ദവ വിഭാഗത്തെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും തമ്മിൽ തെറ്റിക്കാൻ അവരങ്ങനെയല്ല. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷം എന്നുള്ളത് അവിടുത്തെ ഈഴവർക്ക് എതിരായി പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലൊരു വ്യാഖ്യാനം വരുത്താൻ അവിടെ പോയി പ്രസംഗിക്കുകയായിരുന്നു. പക്ഷേ ആ പ്രസംഗത്തിന് ശേഷമാണല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് വിധിയും നമ്മൾ കണ്ടതാണ്. ഈ പ്രസംഗങ്ങൾക്കൊക്കെ ശേഷം, ഈ വർഗീയ പ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തിയ ശേഷം, ഈ വർഗീയ പ്രസംഗങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി വന്നതിന് ശേഷം
നടന്നതാണ് വെള്ളാപ്പള്ളിക്കുള്ള സ്വീകരണം. ആ സ്വീകരണത്തിലാണ് ഈ പൊന്നാട അണിയിക്കുന്നത്. ആ സ്വീകരണത്തിന് ശേഷമാണ് ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. അവിടേക്കാണ് വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത്. അതൊരു വലിയ ഷോക്കായിരുന്നു കേരള ജനതയ്ക്ക്. അത് ഇത്രയും വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ നേതാവിനെ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനം അവിടെ നിൽക്കുമ്പോഴും ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്രയും വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ ഒരു നേതാവിനെ താണു വടങ്ങുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ രൂപത്തിൽ ആദരിക്കുന്നു എന്നുള്ളത് കേരളത്തെ ഞെട്ടിച്ച കാര്യമാണ്. അതിനുള്ള മതേതര മനസ്സിന്റെ വോട്ടിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ളത്. അതാണ് 102 എന്ന അക്കത്തിലേക്ക് UDF എത്തിക്കുകയും 35 എന്ന അക്കത്തിലേക്ക് LDF താഴ്ത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ UDF ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വർഗീയതയ്ക്കെതിരെ ശക്തമായി പ്രസംഗിക്കുകയായിരുന്നു. അങ്ങനെയല്ല, പല നേതാക്കളും പ്രതികരിക്കാതെ നിന്നു, പല നേതാക്കളും കണ്ടില്ലെന്ന് അടിച്ചു. നമ്മൾ അതിൽ VD സതീശന്റെ പ്രസംഗങ്ങൾ മാത്രമാണ് ശക്തമായ പ്രതികരണമായിട്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതായി നമ്മൾ കണ്ടിട്ടുള്ളത്. ആ പ്രതികരണം കണ്ടു. മുസ്ലിം ലീഗ് ആകട്ടെ വളരെ മിതമായി പ്രതികരിച്ചു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരു ഘട്ടത്തിൽ CPM നേതാക്കൾ ഇതിനെ ന്യായീകരിച്ച് പ്രതികരിച്ചത് അത് മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നടത്തിയ പ്രസംഗമല്ല, മുസ്ലിം ലീഗിനെതിരെ നടത്തിയ പ്രസംഗം എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെതിരെയും അങ്ങനെ പ്രസംഗം നടത്താമോ എന്നൊരു ചോദ്യം കൂടി അവരുടെ ഉള്ളിൽ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മുഴുവൻ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രശ്നമായി തന്നെ അവർ അത് കാണുകയായിരുന്നു. അതുകൂടാതെ മതേതര മനസ്സുള്ള ആളുകളും ആ രൂപത്തിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. അതാണ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഇതല്ലാതെ ഒരു പ്രത്യേക രൂപത്തിൽ മുഴുവൻ UDF ആകത്തന്നെയും ഈ വെള്ളാപ്പള്ളിക്കെതിരെ നിൽക്കുന്നു, അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നു എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ കാലത്തും UDF സമുദായ സംഘടനകളുടെ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് വഴങ്ങിയിട്ടുള്ള ചരിത്രമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി വന്നവരായാലും മന്ത്രിമാരായാലും ഈ സമുദായ സമ്മർദ്ദങ്ങളൊക്കെ അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളായി വന്നിട്ടുണ്ട്. അത് സാമുദായികമായ സമവാക്യം എന്ന വാചകമിട്ട് പറയാമെങ്കിലും ഈ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്നുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് വേണ്ടി വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റൊരു രൂപത്തിൽ അത് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ജനങ്ങൾ തന്നെ വേറെ രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് സമുദായ നേതാക്കൾ അവകാശപ്പെടുന്ന രൂപത്തിലല്ല തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊരു പുതിയ കാര്യമല്ല എന്നുള്ളതാണ്. ഈ 82 കരുണാകരൻ സർക്കാരിൽ SNDP യോഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായി SRP ഉണ്ടായിട്ടുണ്ട്, ഭാഗമായിട്ടുണ്ട്. NSSന്റെ അന്നത്തെ രാഷ്ട്രീയ പാർട്ടിയായി NDP ഭാഗമായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും എല്ലാ കാലത്തും കോൺഗ്രസിന്റെയും UDFന്റെയും ജനിതക ഘടന തന്നെ ഈ രൂപത്തിലായിരുന്നു എന്ന് കാണാം. പക്ഷേ അത് സമുദായ സംഘടനകളെ അവരെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഭരണം എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുമെങ്കിലും വർഗീയമായ പ്രതികരണം നടത്തുമ്പോൾ അത് വേറെ വിഷയമാണ്. വർഗീയതയിലേക്ക് പോകുമ്പോൾ അതൊരു മറ്റൊരു വിഷയമാണ്. അങ്ങനെയുള്ള നേതാവിനെ വണങ്ങണമോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ, വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവ് എന്നതിനപ്പുറം അത് കടന്നുകൊണ്ട് ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ സംഘപരിവാറിന് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാറിന് മണ്ണൊരുക്കാൻ വെള്ളാപ്പള്ളി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇന്നലെയോ ഒന്നും അല്ല. യഥാർത്ഥത്തിൽ വാജ്പേയിയുടെ കാലം മുതൽ 98 മുതൽ 2004 വരെയുള്ള NDA അധികാരകാലം, അന്ന് വാജ്പേയി ഭരിക്കുമ്പോൾ ഇവിടെ അദ്വാനി വന്നിട്ടുണ്ട്. അദ്വാനി വന്നിട്ട് വെള്ളാപ്പള്ളിയെ കാണുന്നുണ്ട്. അന്ന് മുതൽ തന്നെ ആ ഐക്യത്തിൻ്റെ ഒരു സൂചനകൾ തുടങ്ങിയാണ്. പിന്നീട് പടിപടിയായി നമ്മൾ കാണുന്നത് BDJS എന്ന പാർട്ടിയുടെ രൂപീകരണമാണ്. ആ പാർട്ടിയുടെ രൂപീകരണത്തിനായി കാസർഗോഡ് നിന്നും യാത്ര ചെയ്ത് വരുന്നതിനിടയ്ക്ക് വെച്ചാണല്ലോ കോഴിക്കോട് വെച്ചിട്ട് ഒരു വർഗീയ പ്രസംഗം വെള്ളാപ്പള്ളി നടത്തി. അന്നത്തെ വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തിനെതിരെ വലിയ രൂപത്തിൽ പ്രതികരിച്ച പിണറായി വിജയനാണ് കേരള തൊഗാഡിയ എന്നുള്ള പ്രതികരണം പേര് വിളിച്ചു. അപ്പോൾ അത് നമ്മൾ കണ്ടു. അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന രൂപം CPM-നുണ്ടായത്. അങ്ങനെയുള്ള CPM-ന് എന്ത് സംഭവിച്ചു എന്നുള്ള ആശ്ചര്യവും ഞെട്ടലും ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ആണ് ഈ വെള്ളാപ്പള്ളി പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളി ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? വെള്ളാപ്പള്ളി ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈഴവ വോട്ടുകൾ CPM-ന് കിട്ടുന്ന വോട്ടാണ്. CPM-ന് കിട്ടുന്ന ഈഴവ വോട്ട് അത് കുറച്ചെങ്കിലും ഈ പറയുന്ന BJP-യിലേക്ക് പോകാൻ BDJS വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അത് 2016 വലിയ രൂപത്തിൽ തന്നെ ഇഴ വോട്ട് BDJS വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ BJPക്ക് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 3 പേർ ജയിച്ചു എന്നതിനപ്പുറം വലിയ രൂപത്തിൽ BJPക്ക് നേട്ടമുണ്ടാക്കാനായിട്ടില്ലെങ്കിലും അതിൽ വെള്ളാപ്പള്ളിയുടെ പങ്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളിയെ കൊല്ലത്ത് ശരിയാണ് ഇഴവ വോട്ടുകൾ ഇപ്പോൾ പറഞ്ഞ ആ സമുദായത്തിൽ നിന്ന് വരുന്ന മന്ത്രിയാണ് ബിന്ദു. അപ്പോൾ അവിടെയുള്ള ഇഴ വോട്ടുകൾ പ്രധാന ഘടകമായിട്ടുണ്ടാകും. പക്ഷേ അവിടെ പോയി കാണുമ്പോൾ ഈ താൻ കുനിഞ്ഞുള്ള അനുഗ്രഹം തേടൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. ആ സന്ദേശം എന്താണെന്ന ചോദ്യം യഥാർത്ഥത്തിൽ ആ പാർട്ടിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ് ശുഭസൂചനയായി ഞാൻ കാണുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസിൽ നിന്നും ബിന്ദു കൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് പ്രതികരണം വന്നിട്ടുണ്ട്.
ഇപ്പോൾ യൂത്ത് ലീഗും പ്രതികരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് അകത്തുനിന്ന് തന്നെ വിമർശനം വരുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിൽ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ പറഞ്ഞ തിണ്ണ നിരങ്ങൾ എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഈ നേതാക്കളെ പോയി കണ്ട് കാല് പിടിക്കുന്ന രൂപം, ആ രൂപത്തിലേക്ക് പോകരുത്. അല്ലാതെ ഞങ്ങൾ കാണില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാണും, എന്നെ ചീത്ത വിളിച്ചവരെയും കാണുമെന്ന് തെരഞ്ഞെടുപ്പ് ശേഷം വിധി വന്നതിന് ശേഷം പറയുന്നത്, എന്നെ ചീത്ത വിളിച്ചവരെയും ഞാൻ കാണുമെന്ന്. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങോട്ട് വന്ന് കാണുന്നതിന് അദ്ദേഹത്തിന് ഈ വരികളിലൂടെ ന്യായീകരിക്കാൻ സാധിക്കുമായിരിക്കും. ഇവർ വരികയും കാണുകയും ചെയ്യുന്നു എന്നുള്ളതല്ല, ഇവർക്ക് വഴങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വർഗീയതയ്ക്ക് വഴങ്ങുന്നുണ്ടോ? വർഗീയതയ്ക്കെതിരായ ജനവിധിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന ബോധ്യം കോൺഗ്രസിനുള്ളൂ. ഇന്ന് ഞാൻ വായിച്ച ഒരു പോസ്റ്റിലെ ഒരു പ്രതികരണം ഇതാണ്: CPM എങ്ങനെ തോറ്റു എന്ന് മനസ്സിലാക്കിയിട്ടില്ല, അതേപോലെ കോൺഗ്രസ് എങ്ങനെ ജയിച്ചു എന്നും. വളരെ പ്രധാനപ്പെട്ട വരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റൈറ്റ്. വെള്ളാപ്പള്ളിയെ വണങ്ങണോ എന്നാണ് ചോദ്യം. ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയുടെ വസതിയിലേക്ക് പോയി ആശീർവാദം വാങ്ങുന്നു. തുഷാ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ സന്ദർശിക്കാൻ പോകുന്നു. വെള്ളാപ്പള്ളിയുടെ ബന്ധുവീട്ടിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോകുന്നു. അവിടെ തുഷാ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നു. വെള്ളാപ്പള്ളിയെ വണങ്ങണോ? മധു. കുറച്ച് വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ എന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇന്നലെ മന്ത്രിയോട് ഈ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വളരെ ആധികാരികമായി പറഞ്ഞത് എല്ലാവർക്കും ക്ഷീരദിനാശംസകൾ എന്നാണ്. നോക്കൂ, സംസ്ഥാനം എത്രത്തോളം വലിയ തോതിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട്. ഒരു തവണയാണോ? അത് മലപ്പുറം പരാമർശത്തിൻ്റെ പേരിലാണെങ്കിൽ അങ്ങനെ, അതിനുശേഷം അദ്ദേഹം ഈ നൗഷാദുമായി ബന്ധപ്പെട്ട പരാമർശം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സംസ്ഥാനം മുഴുവനും ഒരു മനുഷ്യൻ്റെ വിശാല മനസ്സിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെക്കുറിച്ചും അത്രമേൽ സഹാനുഭൂതിയോടുകൂടി സംസാരിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? മരിക്കുകയാണെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട് മരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ആ സമുദായത്തിലായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവിടെ വീണ് പോയ ഒരാൾ ഒരു സമുദായത്തിലായതുകൊണ്ടാണോ അന്ന് നൗഷാദ് ആ നിലപാടെടുത്തത്? അപ്പം മാനുഷികതയാണ് ചോദ്യം ചെയ്തത്. മനുഷ്യൻ്റെ മനസ്സിലുള്ള മറ്റു മനുഷ്യനോട് ഈ ജാതി, മതം, വർണ്ണം, വർഗം, പണം തുടങ്ങിയ ഒരു മനുഷ്യനുണ്ടാക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ അതീതമായി തോന്നുന്ന മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരത്തെ പുച്ഛിക്കുക, പരിഹസിക്കുക എന്ന നിലയ്ക്കാണ്. അദ്ദേഹത്തെ വണങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് വരി നിന്ന് വണങ്ങണം. കാരണം മനുഷ്യർക്ക്, സാധാരണ മനുഷ്യർക്ക് കാണണം ആരൊക്കെയാണ് ഈ കേരളത്തിൻ്റെ സൗഹാർദ്ദ മനസ്സിനെ, സാമുദായിക സൗഹാർദ്ദത്തെ ഒക്കെ വലിച്ചു കീറാൻ പോകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള അവാർഡ് വാങ്ങാൻ വരി നിൽക്കുന്നത് എന്ന് നമ്മൾ കാണണം. കാരണം ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് വോട്ട് ചോദിച്ച ആളുകളുടെ ഇടയിലേക്ക് പോകുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യായിരുന്നു. അടുത്തല്ലേ, കൊല്ലത്താണല്ലോ. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ഒരു ഒന്ന് വണങ്ങി ഒരു അനുഗ്രഹം മേടിച്ച് ഈ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വോട്ട് ചോദിക്കുമ്പോൾ പോസ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇമ്മിണി പുളിക്കും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ട് എത്രയാണ് എന്ന് നോക്കണം. അപ്പോൾ അവിടെ 16,000 വോട്ടിനാണ് ബിന്ദു കൃഷ്ണ വിജയിച്ച് കയറിയത്. ഈ വോട്ട് എന്ന് പറയുന്നത് ലഭിച്ചത് ഇത്തരം കുറേ നിലപാടുകളുടെ പേരിൽ കൂടിയാണ്. നിശ്ചിതമായി കഴിഞ്ഞ ഭരണപക്ഷത്തെ വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാതെയോ നോക്കൂ, അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നത് മാത്രമായിരുന്നില്ല, എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല എന്ന ചോദ്യമാണ് CPM ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ ആകെ നേരിട്ടത്. അപ്പോൾ തുറന്ന് എതിർക്കാതിരുന്നത് പോലും മൗനമായി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ ഒരുപാട് നിലപാടുകളുടെ പേരിൽ കൂടിയാണ് കഴിഞ്ഞ തവണ കേരളത്തിൽ ഇത്തരം UDFന് അനുകൂലമായൊരു വിധിയെഴുത്തുണ്ടാകുന്നതും കൊല്ലത്ത് കടവൂർ ശിവദാസിന് ശേഷം കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി അല്ലെ അങ്ങനെ വിജയിച്ചു കയറുകയും ചെയ്തത്. അപ്പോൾ ആ വിജയ വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ടാണ് ജനത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെയുള്ള ഈ നിലപാട് കാണിക്കുന്നത് എന്നുള്ളതാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് വ്യക്തിപരമായി വളരെ എന്താ പറയുക, ബഹുമാനമോ ആദരവോ അല്ലെങ്കിൽ ഭക്തിയോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തിപരം എന്നത് ഒരു സമൂഹത്തിൻ്റെ അവരെ ഭരിക്കാൻ നിയോഗിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ അതൊന്നുമല്ല അവിടെ ഭാഗഭാക്കാകുന്നത്. ഓരോന്നും ഓരോ സന്ദേശമാണ് എന്നതുകൂടിയാണ്. അപ്പോൾ കേരളത്തിലെ നോക്കൂ, നമ്മൾ വർഗീയ പരാമർശങ്ങൾ എന്നൊരു വാക്ക് നമ്മൾ ഉച്ചരിക്കുകയാണ്. ആരുടെയൊക്കെ മുഖമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്നത് ചിന്തിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിൻ്റെ ചോയ്സാണത്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരം നടത്തുന്ന പ്രസ്താവനകളിലൂടെ അദ്ദേഹം അങ്ങനെ വിളിക്കപ്പെടാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം കേൾക്കാൻ ഉതകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ സന്ദേശം കൊടുക്കണമോ എന്ന് ബിന്ദു കൃഷ്ണ തീരുമാനിക്കേണ്ടതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ 10-15 ദിവസമല്ലേ ആകുന്നുള്ളൂ. അതിനിടയിൽ ഇത്രയും വിമർശനം കേൾക്കാൻ ഇടയാകുന്ന ഒരു കാരണം ചെയ്യേണ്ടതുണ്ടോ ഞാൻ എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഇനി അങ്ങനെ ഒരു സന്ദർശനം ഉണ്ടായി, അതിൻ്റെ ഒരു ഫോട്ടോ ഒരു മാധ്യമം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ
വ്യക്തിപരമായ നിലപാടെന്ന് പറയാം. അത് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സ്വന്തമായി എടുക്കുന്ന തീരുമാനം കൂടിയാണ്. അങ്ങനെ സ്വന്തമായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സന്ദേശമുണ്ട് എന്ന് രാഷ്ട്രീയ നേതാക്കൾ തിരിഞ്ഞെടുക്കേണ്ടത് തന്നെയാണ്. അത് പ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് വിധിയെ അത് പരിഹസിക്കുന്നതാണ്, കൊഞ്ഞനം കുത്തുന്നത് തന്നെയാണ്. ഇപ്പം ഇത് നോക്കൂ, ബെന്നി തോമസിന്റെ നിയമനം എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്? അദ്ദേഹം അവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, ശക്തനായ കോൺഗ്രസ് നേതാവാണ്, സംഘാടകനാണ്. കോൺഗ്രസിന്റെ തന്നെ വിവിധ പോഷക സംഘടനകളിലും കോൺഗ്രസിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിന്റെ ഹാൻഡിലുകളെല്ലാം വളരെ കൃത്യമായി ഈ അബ്ദുൾ റഷീദൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബെന്നി തോമസ്, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം എന്നൊക്കെ. പക്ഷെ സന്ദേശം എന്താ? സന്ദേശം ബന്ധു നിയമനം എന്നുള്ളതാണോ? അപ്പോൾ അത് കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് ഈ സർക്കാർ എന്ന് പറയുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കോൺഗ്രസിന് അത്ര പ്രധാനപ്പെട്ട നേതാവാണ് എങ്കിൽ മറ്റുള്ളവരുണ്ടല്ലോ. ഈ അളിയൻ തന്നെ വേണം എന്നില്ലല്ലോ ഈ പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ മറ്റുള്ളവരുണ്ട്. കോൺഗ്രസിന്റെ പ്രധാന നേതാവിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന നിലയ്ക്ക് വേണ്ടതില്ല. അതൊരു സന്ദേശമാണ് എന്ന് തിരിച്ചറിയേണ്ട ബാധ്യത അവിടെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം. എന്താ, പി കെ ശ്യാമളയ്ക്ക് രാഷ്ട്രീയമായിട്ടുള്ള അനുഭവ പരിചയം ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെട്ടത്? അത് അങ്ങനെ ഒരു സന്ദേശം നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്തത്. നമ്മളെല്ലാവരും അതിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ആ വിമർശനം ആദ്യഘട്ടത്തിൽ ഉയർന്നു വരുന്നത് പാർട്ടി ഘടകങ്ങളിൽ നിന്നാണ്. ആ വിമർശനം കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെയൊക്കെ ചോദ്യം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം, ഈ കാര്യങ്ങളെയൊക്കെ എതിർത്ത് അധികാരത്തിലേറിയതിനു ശേഷം അതിനെയൊക്കെ അങ്ങനെ തന്നെ അക്കോമഡേറ്റ് ചെയ്യുന്ന, അതിനൊക്കെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ അത്തരം സന്ദേശങ്ങൾ നൽകുന്ന ഇടപെടലുകൾ ഉണ്ടാകുന്നത് നിശിതമായ വിമർശനങ്ങൾ വാങ്ങിവെക്കുന്നതാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കുറേ പ്രസ്താവനകൾ സ്മൃതിപാഠം പറഞ്ഞു. ഞാനപ്പോൾ ആവർത്തിച്ച് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ നൗഷാദിന്റെ പേര് പറയാതെ പോവുക എന്ന് പറയുന്നത് തെറ്റാണ് എന്നതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് വേണമെങ്കിൽ ന്യായീകരിക്കാം, ഞാൻ അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് ന്യായീകരിക്കാം. തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് പോയി കാണുകയാണ്, സ്വാഭാവികമായും വാർത്തയാകും. പക്ഷേ ബിന്ദു കൃഷ്ണ കാണുകയും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളടക്കം പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതൊരു തിരഞ്ഞെടുപ്പാണ്, അത് സ്വന്തമായൊരു പ്രഖ്യാപനമാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നതും അത് ആ വോട്ട് പാറ്റേൺ എനിക്ക് അനുകൂലമായതും, അല്ലെങ്കിൽ അതിനി ഞാൻ തുടരും എന്നുള്ള കൃത്യമായ സന്ദേശമാണ്. അത് വേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അത് നിശ്ചിത ബുദ്ധിയോടുകൂടി വിമർശിക്കുക എന്ന് പറയുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൻ്റെത് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രത്യേക പാറ്റേൺ ഞാൻ പറഞ്ഞു. അത് എന്ന് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതോ ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്നതോ ആയ ഒന്നല്ല. അത് കേരളത്തിലെ സൗഹാർദ്ദ മനസ്ഥിതിയുള്ള, മതനിരപേക്ഷ മനസ്ഥിതിയുള്ള മനുഷ്യരോട് മുഴുവനും ഉണ്ടാക്കുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി ഇങ്ങനെ വേണമോ എന്നുള്ളത് ബിന്ദു കൃഷ്ണയാണെങ്കിലും മറ്റേത് നേതാക്കളാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും മുഖ്യമന്ത്രിയൊക്കെയാണ് എങ്കിലും ഇനി വരും ദിവസങ്ങളിലും ചിന്തിക്കേണ്ടതാണ്. വെള്ളാപ്പള്ളിയെ വണങ്ങണോ എന്നാണ് ചോദ്യം. അതൊരാചാരമൊക്കെ ആവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ വേണമല്ലോ എന്നുള്ളതാണല്ലോ പൊതുവെയുള്ള നമ്മളുടെ പൊതുബോധം എന്ന് പറയുന്നത്. സമുദായാചാര്യന്മാരെ പോയി കാണുക, കിട്ടിയ മന്ത്രിസ്ഥാനത്തിന് നന്ദി അറിയിക്കുക, ഇതൊക്കെ ഇപ്പോഴും ചില ആളുകളുടെ മനസ്സിലുള്ള ഒരു ഫ്യൂഡൽ മെൻറ്റാലിറ്റിയാണ് എന്നുള്ളതാണ്. നോക്കൂ, ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള, അല്ലെങ്കിൽ സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസമായി പറയുന്നത്, ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് സമുദായ നേതാക്കളുടെ വലിയ വാശിയേറിയ പ്രഖ്യാപനങ്ങളോ ആഹ്വാനങ്ങളോ ഉണ്ടാവാറില്ല. അഥവാ അവർ ലോബിയിങ്ങിന് വേണ്ടി ശ്രമിക്കുന്നത് 4 പേർ അറിയാറില്ല എന്നുള്ളതാണ്. അവർ 4 പേര് അറിഞ്ഞുകൊണ്ടല്ല അവർ ലോബിയിങ്ങിന് ശ്രമിക്കാറുള്ളത്. എന്നാൽ അവർക്ക് വിഹിതമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്, അത് എങ്ങനെയോ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പുറമേയുള്ള പ്രഖ്യാപനങ്ങളോ ഈ പറയുന്ന വാഴ്ത്തിപ്പാടലുകളോ പ്രകടനങ്ങളോ ആ അർത്ഥത്തിൽ ഉണ്ടാവാറില്ല. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണി എത്തുമ്പോഴേക്കും, UDF അധികാരത്തിലെത്തുമ്പോഴേക്കും എങ്ങനെയാണ് വിവിധ സഭാ സമുദായ നേതാക്കൾ വളരെ വർഗീയമായ രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്? മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ചിലർ പ്രതികരിച്ചത് നമ്മൾ കണ്ടതല്ലേ? ചില വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടതല്ലേ? ഇതൊന്നും ഒരു ജനാധിപത്യ മതേതര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ കാര്യമേ അല്ല. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനിതിനെ കാണാൻ ശ്രമിക്കുന്നത്. ഞാനിതിനെ 2 ആംഗിളിലാണ് കാണുന്നത്. കാരണം ചില പ്രിവിലേജുകളുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും. എന്താ ആ പ്രിവിലേജ്? ആ പ്രിവിലേജിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വസതിയിലെത്തി ബിന്ദു കൃഷ്ണ എന്ന VD സതീശൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആശീർവാദം ഏറ്റുവാങ്ങുന്ന ചിത്രം ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നോക്കൂ, നമ്മൾ എന്തിനാണ് പിണറായി വിജയനെ വിമർശിച്ചത്? പിണറായി വിജയനെ വിമർശിച്ചത് ആശീർവാദം വാങ്ങിയതിൻ്റെ പേരിലല്ല. SNDP യോഗത്തിൻ്റെ ഒരു പരിപാടിയിൽ, ഒരു വലിയ പരിപാടിയിൽ SNDP യോഗത്തിൻ്റെ ഏറെക്കാലത്തെ പ്രസിഡൻ്റായിരുന്ന, അതിനെ നയിച്ചിരുന്ന നേതാവെന്ന നിലയിൽ കോൺഗ്രസ്സുകാരും BJPയും CPMൻ്റെ പ്രതിനിധികളുമുള്ള ചടങ്ങിൽ പോയി ഷാൾ അണിയിച്ചു എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് പോയി ഒരു മന്ത്രി ആശീർവാദം വാങ്ങിയിരിക്കുകയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവില്ലേ എന്നുള്ളതാണ്. പക്ഷേ അത് പൊതുസമൂഹത്തിന് എത്രത്തോളം മനസ്സിലാവുന്നു എന്നുള്ളതാണ്
എനിക്കിനിയും പിടികിട്ടാതെ പോകുന്നു. അതുകൊണ്ടാണ് ചില പ്രിവിലേജുകൾ പലപ്പോഴും അനുവദിക്കപ്പെട്ട് കാണുന്നു എന്ന് ഞാൻ പറയുന്നത്. പലതരം പ്രിവിലേജുകൾ. ഇവിടെ എന്താണ് വെള്ളാപ്പള്ളി നടേശനെ മന്ത്രി പോയി കണ്ടാലുള്ള കുഴപ്പം? ഞാനല്ല, കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള ചില പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം. AR അനൂപ് പറയുന്നൊരു കാര്യമുണ്ട്. അത് VD സതീശനെ VR അനൂപ് പറയുന്നൊരു കാര്യമുണ്ട്. അത് VD സതീശനെ തുഷാർ വെള്ളാപ്പള്ളി പോയി കണ്ടതിലാണ്. തുഷാർ വെള്ളാപ്പള്ളി ആരാണ് കേരളത്തിൽ? തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ കൺവീനറാണ്. NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോയി കാണുന്നു. ഒപ്പം SNDP നേതാക്കളെയും കൂടെ കൊണ്ടുപോകുന്നു. ഇത് രണ്ടും ചേർന്ന് പോയില്ല. SNDP യോഗത്തിന്റെ പ്രതിനിധിയായിട്ടല്ല തുഷാർ വെള്ളാപ്പള്ളി പോയിരിക്കുന്നത്. കാര്യം SNDP യോഗത്തിന്റെ പ്രതിനിധിയായി പോകേണ്ടത് അവർ SNDP നേതാക്കൾ എന്നാണ് പറയുന്നത്. SNDP നേതാക്കൾ. അപ്പോൾ എന്താണ് BDJS എന്ന NDAയുടെ ഘടകകക്ഷിയുടെ നേതാവിനെ NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് പോയി മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു? സ്വാഭാവികമായി ആർക്കും എന്താ സംശയമില്ലാത്തത്? ഇത് നേരെ തിരിച്ചെപ്പോഴാണ് സംശയം ഉണ്ടാവുക? ഇത് പിണറായി വിജയന്റെ വസതിയിലേക്ക് തുഷാർ വെള്ളാപ്പള്ളിയും ഇതേപോലെ BDJSന്റെ നേതാക്കളും കൂടി മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പോയി ഒരു സന്ദർശനം നടത്തി ഇതേപോലെ ഒരു ചിത്രം പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും പൊതുസമൂഹം കാണുക? പിണറായി വിജയനെ തുഷാർ വെള്ളാപ്പള്ളിയും NDAയുടെ കൺവീനറും പോയി കണ്ടാൽ ഇനി പിണറായി വിജയൻ തന്നെ ആകണമെന്നില്ല. EP ജയരാജനെ പ്രകാശ് ജാവദേക്കർ പോകുന്ന വഴിയിൽ പോയി കണ്ടു എന്നുള്ളതാണ് ഒടുവിൽ അവർ തന്നെ സംബന്ധിച്ചിരിക്കുന്നത്. പക്ഷേ നീക്കം NDA ക്യാമ്പിൽ എത്തിക്കാൻ വേണ്ടിയായിരുന്നു, അത് നടന്നില്ല. കേരളം എത്ര ദിവസമാണ് ചർച്ച ചെയ്തെന്ന് ആലോചിക്കൂ. പക്ഷേ ഇവിടെ VR അനൂപ് പറയുന്നത് പോലെ പോയി കണ്ടിരിക്കുന്നത് NDA ഘടകകക്ഷിയുടെ VR അനൂപ് പറയുന്നത് ശ്രദ്ധിക്കൂ, NDA ഘടകകക്ഷിയുടെ ഒരു നേതാവ് എന്ന നിലയിലാണ് എന്നുള്ളതാണ് ഗൗരവമേറിയ ഒരു പ്രധാനപ്പെട്ട വിഷയമായി പറയുന്നത്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പക്ഷേ നമുക്ക് ചർച്ചയോ നമുക്ക് ആ രീതിയിലുള്ള ആശങ്കയോ ഉണ്ടാവുന്നില്ല. അതാണ് പ്രിവിലേജ് നമ്പർ 1. പ്രിവിലേജ് നമ്പർ 2 നോക്കൂ. ഈ എല്ലാ ചർച്ചകളും നടക്കുന്ന സമയത്ത് ഈ ആഭ്യന്തര വകുപ്പിൽപ്പെട്ട മന്ത്രി ഇന്നിപ്പോൾ അവിടുത്തെ ഒരു പൗരപ്രമുഖൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നു. തെറ്റൊന്നുമില്ല, ശോഭണിക്കരുടെ വീട്ടിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് ആരാണ്? നോക്കൂ, ഹൈക്കോടതി ഈ ജൂൺ 20-ാം തീയതി ഒരു വിജിലൻസ് കേസിൻ്റെ വിധി അന്തിമമായി പറയണമെന്ന് ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഏതാ കേസ്? മൈക്രോ ഫിനാൻസ് കേസ്. മൈക്രോ ഫിനാൻസ് കേസിൽ എന്താണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം? ഹൈക്കോടതി വാക്കാൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ കേസ് ഡയറി പരിശോധിച്ചാൽ അറിയാം എന്തുകൊണ്ടാണ്, പ്രതിയുടെ പേര് നോക്കിയാൽ നാട്ടുകാർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ കേസിലൊന്നും സംഭവിക്കാത്തത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവസാനം ഈ വെള്ളാപ്പള്ളി നടേശനെ മറ്റോ ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്, അഥവാ മൊഴിയെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഇതുവരെയും ആ കേസിലെങ്ങും ഉണ്ടായിട്ടില്ല. ഈ കേസ് ആരാ കൊടുത്തതെന്നറിയാമോ? VS അച്യുതാനന്ദൻ. ഈ കേസ് എന്താണെന്നറിയാമോ? ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുന്ന പൈസ അത് ഈ പറയുന്ന പിന്നോക്കക്ഷേമ വികസന കോർപ്പറേഷനിൽ നിന്ന് തട്ടിച്ചെടുത്ത് അത് മൈക്രോ ഫിനാൻസ് ആയിട്ട് കൊടുത്ത് 15 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്ന കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിൽ പോയി കാണുന്നു എന്ന് പറയുന്നതിനകത്ത് ഗൗരവമേറിയ വിഷയമുണ്ട്. പക്ഷേ ഇത് വിഷയമാവില്ല. കാരണം ഇത് UDFന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. നേരെ തിരിച്ചാണെങ്കിൽ അത് ചുക്കും. പിണറായി വിജയൻ നേരെ പോയി ഇതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ അമ്മായിയപ്പനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കാണുന്നു. ഈ കേസ് നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. പ്രിവിലേജ് നമ്പർ 2. പ്രിവിലേജ് നമ്പർ 3 എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അഥവാ ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് പ്രധാനമായിട്ടും എടുത്തിരിക്കുന്ന ബിന്ദു കൃഷ്ണയുടെ വരവ്. നേരത്തെ മാധു പറഞ്ഞതുപോലെ ബിന്ദു കൃഷ്ണയോട് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ബിന്ദു കൃഷ്ണ എങ്ങനെയാണ് പറഞ്ഞു പോയത്? ക്ഷീരദിനാശംസകൾ എന്ന് പറഞ്ഞാണ് പോയത്. കേരളം മുഴുവൻ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് വെള്ളാപ്പള്ളി ഉയർത്തിവിട്ട വർഗീയ വിദ്വേഷ പരാമർശങ്ങളാണ്. ആ വർഗീയ വിദ്വേഷ പരാമർശങ്ങളിൽ ഭയന്ന ഒരു സമൂഹം വളരെ കൃത്യമായി രാഷ്ട്രീയമായി സംഘടിച്ചുകൂടിയാണ് UDFനെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശനെ കേരള തൊഗാഡി എന്ന് വിളിച്ച പിണറായി വിജയൻ ഈ ഘട്ടത്തിൽ പാലിച്ച മൗനവും വളരെ ലളിതമായി, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ ഗൗരവമേറിയ ഒരു പരാമർശം കൊണ്ട് തിരുത്താതിരുന്നതും കേരളത്തിന് സമൂഹം വളരെ ഗൗരവത്തിലെടുത്ത വിഷയമാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി സഖ്യം എന്ന മട്ടിലുള്ള ഒരു നരേറ്റീവിന് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ പ്രാധാന്യം കിട്ടുന്നതും അത് രാഷ്ട്രീയമായി സംഘടിക്കാനുള്ള ഒരു ഊർജ്ജമായി മാറുന്നതും. അങ്ങനെ സംഘടിച്ചെത്തുമ്പോൾ എന്താ വെള്ളാപ്പള്ളി പറഞ്ഞത്? ചെറിയ കാര്യമാണ്. നൗഷാദിന്റെ കാര്യം പറഞ്ഞു. ഒരു മാൻഹോളിൽ ഇറങ്ങിയ മനുഷ്യനെ കുറിച്ച് ഇത്രയും വർഗീയ പരാമർശങ്ങൾ നടത്തുക, മലപ്പുറത്തെ കേരളത്തെയൊക്കെ വിശേഷിപ്പിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മറ്റൊരു രീതിയിലേക്ക് അത് മാറിപ്പോകുമെന്ന മറ്റുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുക, പാലായിലെ ക്രിസ്ത്യൻ സഭയുടെ ആധിപത്യത്തെക്കുറിച്ച് വർഗീയ പരാമർശങ്ങൾ നടത്തുക, മലപ്പുറം ശ്വാസം കിട്ടാത്ത ഒരു പ്രദേശമാണ് എന്ന മട്ടിലുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തുക, അതിനുശേഷം ലീഗിൻ്റെ പേരിലാക്കിയതിനെ മാറ്റുക. ഇങ്ങനെ തുടർച്ചയായി വർഗീയ പരാമർശങ്ങൾ, നമ്മളുടെ മാധ്യമ പ്രവർത്തകനെ പേര് നോക്കി തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരാളെ എങ്ങനെയാണ് വീട്ടിൽ പോയി എന്ത് ആശീർവാദമാണ് വാങ്ങിയിരിക്കുന്നതെന്നാണ് ചോദ്യം. പണ്ട് നെപ്പോളിയൻ ഈ ചക്രവർത്തിയായപ്പോൾ പറഞ്ഞു കേൾക്കുന്നൊരു കഥയുണ്ട്. നെപ്പോളിയൻ ചക്രവർത്തിയാകുമ്പോൾ ഈ കിരീടധാരണത്തിന് വേണ്ടിയിട്ട് അവിടെ പോപ്പ് വന്ന് നിൽക്കുന്നു. അപ്പോൾ പോപ്പിൻ്റെ പ്രതിനിധിയോട് നെപ്പോളിയൻ പറയുന്നൊരു വാചകമുണ്ട്: ഇത്
എൻ്റെ തലയിൽ നിങ്ങൾ അണിയിക്കേണ്ടതില്ല. നിങ്ങൾ അണിയിച്ചാൽ ആജീവനാന്ത കാലം ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ട് നിങ്ങളുടെ ദാസനായി നിൽക്കേണ്ടി വരും എന്ന് നെപ്പോളിയൻ പറഞ്ഞതായിട്ട് ചരിത്രമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാളുകൊണ്ട് ഈ കിരീടം എൻ്റെ തലയിൽ ധരിപ്പിക്കുന്നുവെന്നാണ് നെപ്പോളിയൻ പറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മതേതര ജനാധിപത്യത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സഭയുടെയും ഒരു സമുദായത്തിൻ്റെയും ആശീർവാദത്തോടു കൂടിയല്ല കേരളത്തിലെ ജനത ഈ UDF സ്വീകരിച്ചിരിക്കുന്നത്. അവർ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചാണ്. അതിൽ സഭാ താല്പര്യങ്ങളും സമുദായ താല്പര്യങ്ങളും ഒക്കെ പ്രതിഫലിച്ചിട്ടുണ്ടാവും. പക്ഷേ അധികാരത്തിലെത്തിയിരിക്കുന്നത് ഒരു മതേതര സർക്കാരിനെയാണ് എന്നുള്ളതാണ്. ഞാൻ 2-3 മെസ്സേജുകൾ വായിക്കാം. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു, വിദ്വേഷ വർഗീയ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി വോട്ട് ബാങ്ക് ലക്ഷ്യങ്ങളാക്കി സന്ദർശിച്ചത് മതേതര മൂല്യങ്ങളുടെ കോട്ടമുണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതാണ്. റിജിൽ മാക്കുറ്റി പറയുന്നു, നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ഒരു ഈഴവനും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർമ്മ വേണം എന്ന് പറയുന്നു. എന്നാൽ അതേസമയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ചില ആളുകൾ വരുന്നുണ്ട്. പ്രസ്താവനയോട് ശക്തമായി വിയോജിപ്പുണ്ടെന്ന് കരുതി അദ്ദേഹത്തോട് മിണ്ടാനും അദ്ദേഹത്തെ കാണാനും പാടില്ല എന്ന ഏകപക്ഷീയമായ നിലപാട് പാടില്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കണ്ടാൽ മിണ്ടരുതെന്നോ അദ്ദേഹത്തെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കരുതെന്നോ ഒന്നുമല്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് ഒരു മന്ത്രി പോയി സന്ദർശനം നടത്തുന്നതിന് ആ തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാകും എന്നുള്ളതാണ്. അത് വേണ്ടിയിരുന്നോ എന്നുള്ളതാണ് ബിന്ദു കിഷോർ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഇത് ഒടുവിൽ എന്താണ് സമ്മാനിക്കുന്നത്? നമ്മുടെ മുന്നിൽ ഒരുപാട് സംശയങ്ങളുടെ പട്ടികകൾ സമ്മാനിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇതുവരെയും അധികാരത്തിലെത്തി 1 മാസമായിട്ടില്ലല്ലോ. ഇതുവരെയും തൃപ്തികരമായ ഉത്തരം കിട്ടാത്ത എത്രയോ ചോദ്യങ്ങളുണ്ട്. അത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചാൽ അത് എങ്ങോട്ടാണ് പോകുന്നത് എന്നത് ഞാൻ പറയണോ? ഒന്ന്, അധികാരത്തിലെത്തുന്നതിന് മുമ്പ്, റിസൾട്ട് അറിയുന്നതിന് മുമ്പ് VD സതീശൻ നടത്തിയ ചാർട്ടേഡ് ഫ്ലൈറ്റിലെ യാത്രയും NDAയുടെ ഘടകകക്ഷിയെ JDS നേതാവിനെ പോയി കണ്ടതും അതിനുശേഷം തൃപ്തികരമായ വിശദീകരണം വന്നിട്ടില്ല. രണ്ടാമത്തത്, വന്ദേ മാതരം സത്യപ്രതിജ്ഞാവേളയിൽ പൂർണ്ണമായി ആലപിച്ചതിൽ ഒരു ഡിസന്റ് നോട്ടും ഈ നിമിഷം വരെ, ഒരു വിയോജനക്കുറിപ്പും ഈ നിമിഷം വരെ ലോക് ഭവനെ അറിയിച്ചിട്ടില്ല. നമ്പർ 2. നമ്പർ 3, അതിനുശേഷം PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ ചോദിക്കുമ്പോഴും ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു ഒതുങ്ങുകയാണ്, നിയമവശം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ആണോ PMC പദ്ധതിയെക്കുറിച്ച് ഇതായിരുന്നോ പ്രതിപക്ഷത്തിന്റെ നിലപാട്? PMC പദ്ധതിയിൽ ഒപ്പിട്ടതോടുകൂടി മോദിയും പിണറായിയും ഒന്നായി എന്നല്ലേ കോൺഗ്രസിന്റെ നിലപാട്? ഒപ്പിട്ട ആ പദ്ധതി ഇടതുപക്ഷ സർക്കാർ CPI സമ്മർദ്ദത്തെ തുടർന്ന് പിൻവലിച്ചതാണല്ലോ. ആ PMC പദ്ധതിയെ ഒറ്റ വാചകത്തിൽ തള്ളിപ്പറയാൻ എന്താണ് UDF നേതാക്കൾക്ക് പറ്റാത്തത്? എന്താണ് മുഖ്യമന്ത്രിക്ക് പറ്റാത്തത്? എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പറ്റാത്തത്? അതിൻ്റെ നിയമവശം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കെപ്റ്റിൻ അബയൻസ് ആണ് എന്ന മട്ടിലുള്ള വേഗായ പ്രതികരണങ്ങളാണ് നൽകുന്നത്. ഇതും മറ്റൊരു പ്രിവിലേജ് അല്ലേ? ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിനിധി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും സമൂഹം അതിനെ കാണുക? ഇനി നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു, അവിടെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിമർശനവും ഇല്ലാതെ ഞങ്ങൾ ഏറ്റുമുട്ടലിൻ്റെ പാതയിലല്ല, പോസിറ്റീവ് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നു. ഇത് പിണറായി വിജയനാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്ത് ചാപ്പയായിരിക്കും ചാർത്തി കൊടുക്കുക? അപ്പോൾ ചില പ്രിവിലേജുകൾ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് പിണറായി ആണെങ്കിൽ അത് സംഘിപ്പട്ടം ചാർത്തി കൊടുക്കാനുള്ള ഒന്നാണ്. എന്നാൽ അതേസമയം UDFിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് അതൊക്കെ സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ്. ചിറ്റപ്പൻ വിവാദം, ചിറ്റപ്പൻ നിയമനം എന്നുള്ള പേരിൽ തന്നെ കുപ്രസിദ്ധി നേടിയതാണല്ലോ ബന്ധു നിയമനം. അത് EP ജയരാജൻ്റെ സ്ഥാനം എങ്ങനെയാണ് കളഞ്ഞത് എന്നത് നമുക്കറിയാം. പക്ഷേ സ്വന്തം അളിയനെ നിയമിക്കുന്ന സമയത്ത് നമുക്ക് ആ രീതിയിലുള്ള ഗൗരവം കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും ആ പ്രിവിലേജിൻ്റെ ഒരു ഭാഗമാണ്. പൊന്നളിയനെ നിയമിച്ചിരിക്കുന്നത് സ്വന്തം വകുപ്പിലെ തന്നെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ ഒന്നും ഞാൻ റദ്ദാക്കുന്നില്ല. അദ്ദേഹത്തിന് മികച്ച രാഷ്ട്രീയ റെക്കോർഡുള്ള ആളാണ് ബെന്നി തോമസ് എന്ന രാഷ്ട്രീയ നേതാവ്. പക്ഷേ ശ്രീ ബെന്നി തോമസിനെ അതേ വകുപ്പിൽ തന്നെ അത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കേണ്ടിയിരുന്നോ? നിയമിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യം എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത്? ഇവരാണോ ഈ പറയുന്ന ചിറ്റപ്പൻ ബന്ധു നിയമനം നടത്തി എന്ന മട്ടിൽ EP ജയരാജനെ ക്രൂശിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അതും മറ്റൊരു തരത്തിലുള്ള പ്രിവിലേജ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കാണുന്നു. 1 മാസം തികഞ്ഞിട്ടില്ല. അതിനിടയ്ക്കാണ് നേരത്തെ വെള്ളാപ്പള്ളിയുടെ വർഗീയ വിദ്വേഷ പരാമർശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് പിണറായി വിജയന് ആ അർത്ഥത്തിൽ ഒരു വലതുപക്ഷ രാഷ്ട്രീയവൽക്കരണം സംഭവിച്ചിരിക്കുന്നു എന്ന് വിമർശിച്ച അതേപക്ഷം വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് പോയി ആശീർവാദം വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിന് ഈ 1 മാസത്തിനുള്ളിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഘടകം. ഇതൊക്കെ ചില പ്രിവിലേജുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളിയെ വണങ്ങണോ എന്നാണ് ചോദ്യം. വെള്ളാപ്പള്ളിയെ വണങ്ങണോ? ഈ കേരളത്തിലെ നിലപാടുകളുടെ രാജകുമാരന്മാർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 1 മാസമായിട്ട് പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഒരു നിലപാട്, മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരു നിലപാട്,
പാർട്ടി നേതാവുമ്പോൾ ഒരു നിലപാട്, മന്ത്രിയാകുമ്പോൾ വേറൊരു നിലപാട്. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ അറിയോ, ആ ഇരിക്കുന്ന പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതകളുണ്ട്. പ്രതിപക്ഷ നേതാവുമ്പോൾ ഈ പറയുന്ന ഭരണഘടനയോ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും പ്രതിപക്ഷ നേതാവാണെന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ മുഖ്യമന്ത്രിയാകുമ്പോൾ അങ്ങനെയല്ല. കേരളത്തിലെ ഓരോരുത്തരുടെയും അവരവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെല്ലാം എടുത്ത് കൈകാര്യം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഈ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതായിരുന്നല്ലോ ഏറ്റവും വലിയ പ്രശ്നം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റിക്കൊണ്ടുപോയതാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം ഒരു വേദിയിലേക്ക് പോകുന്നു, അവിടെ കാറില്ല, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ കാറിൽ കയറിയപ്പോൾ കയറണ്ട എന്ന് ഞാൻ പറയണോ എന്നായിരുന്നു ആ സമയത്ത് പിണറായി വിജയൻ ചോദിച്ചിരുന്നത്, അന്നത്തെ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ ചോദിച്ചിരുന്നത്. അന്ന് UDF എടുത്ത നിലപാടെന്താണ്? അങ്ങനെയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യേണ്ടത് എന്നാണ്. ആ നിലപാട് ഇപ്പോൾ ഒന്ന് ബിന്ദുകൃഷ്ണനോട് പറഞ്ഞു കൊടുത്താൽ മതി. കേരളത്തിലെ മന്ത്രി എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ന്യായീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരൊന്ന് പറഞ്ഞാൽ മതി. അപ്പം എന്താ പറയുന്നത്, ഷാൾ തട്ടി മാറ്റണോ? ഷാളിടാൻ വന്ന രമേശിനെ തുഷാർ വെള്ളാപ്പള്ളീൻ്റെ കൈ തട്ടി മാറ്റണോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കുന്നത്. അങ്ങനെയാണോ അന്ന് കാറിൽ കയറാൻ വന്ന പിണറായി വിജയൻ ചെയ്യേണ്ടതെന്നും കൂടെ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഓരോ സമയത്തിന് അതിനനുസരിച്ച് നിലപാട് മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ നിലപാടിൻ്റെ രാജകുമാരന്മാർക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രമേ ഈ നിലപാട് ഉള്ളൂ. അതിനുശേഷം ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ ഈ നിലപാടില്ലേ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മാധവ് നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈ സ്വന്തം പോയി ഷാൾ ഇടിച്ച് അത് മാത്രം പോരാ, അതെടുത്ത് ഫേസ്ബുക്കിൽ കൂടി ഇടുകയാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഈ മീശമാധവൻ സിനിമയിലൊരു ഇതുണ്ട്, എന്താണ്, വിളിച്ചു പറയാതെ മൈക്കിൽ കൂടി വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ വാര്യരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കീഴ്വഴക്കാകുമ്പോൾ വിളിച്ചു പറയുക അത് ശീലം എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. ഒരു കീഴ്വഴക്കാകുമ്പോൾ പോയി അവിടെ ചെല്ലുക, മാല ഇടിക്കുക, അതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുക, അതോടുകൂടി ആ കാര്യം അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ വെടിവഴിപാട് എന്താണ് വിളിച്ചു പറയാതെ നടത്തുന്നുണ്ട് കേട്ടോ. വിളിച്ചു പറയാതെ നടത്തുന്നതാണ് VD സതീശൻ്റെ വീട്ടിൽ നടക്കുന്നത്. കാരണം എന്താ, VD സതീശനോട് നേരത്തെ അനുവാദം ചോദിക്കുന്നു. കേരളത്തിലെ NDAൻ്റെ കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളി വീട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരണ്ട എന്ന് പറയുന്നില്ല, വന്നോളൂ എന്ന് പറയുന്നു. ഷാൾ ഇടട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഷാൾ ഇടണ്ട എന്ന് പറയുന്നില്ല, ഇട്ടോളൂ എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം വിളിച്ച് പറയാതെ നടക്കുന്ന വെടിവഴിപാടുകളാണ്. അപ്പം അത് മാത്രമാണോ? അപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഇത് തന്നെയാണ്. കാരണം സ്വന്തം അമ്മായിച്ചൻ്റെ വീട്ടിലേക്ക് വരാൻ പറയുന്നു, വരുന്നു. അവിടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ അമ്മായിച്ചനാണെന്ന് അറിയാതല്ലോ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയെ കാണുന്നു, അദ്ദേഹം പൊക്കോട് സ്വീകരിക്കുന്നു. ഇതൊക്കെ ഈ നാട്ടിൽ നടപ്പുള്ള കേസാണെന്ന് ഞാൻ പറയുന്നത്. ഇതിനൊന്നും വലിയ വാർത്തയാക്കി വലിയ സംഭവമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം വെള്ളാപ്പള്ളി നടേശനെ കാണുന്ന സമയത്ത് തട്ടി മാറ്റണമെന്നോ അദ്ദേഹത്തോട് സംസാരിക്കേണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള നിലപാട് ഇനി കോൺഗ്രസിന് എടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം, SN ട്രസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ 10-60 കോളേജുകൾ നടത്തുന്നുണ്ട്, 100 കണക്കിന് സ്കൂളുകൾ നടക്കുന്നുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തുന്നുണ്ട്, ഒത്തിരി പ്രസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളുമായി ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന സർക്കാരിന് SNDPയുടെ SN ട്രസ്റ്റിൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ബന്ധപ്പെടുത്തി വരും. അതൊക്കെ അതാത് ഭരിക്കുന്ന സമയത്ത് ആ നിലപാട് സ്വീകരിച്ചേ പോകാൻ കഴിയുള്ളൂ. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന നിലപാട് ഭരണപക്ഷത്താകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കിയാൽ മതി. അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എടുക്കുന്ന നിലപാട് വന്ന് ഞങ്ങൾ കൈകാര്യം ചെയ്യണോ എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഫിഷിംഗ് വകുപ്പ് എടുത്ത് മുസ്ലിം ലീഗിന് കൊടുത്തു. മുസ്ലിം ലീഗിന് കൊടുക്കുന്ന സമയത്ത് അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി എന്തിനാ ഈ ലത്തീൻ സഭേൻ്റെ വീട്ടിൽ പോയത്? കാരണം ലത്തീൻ സഭേൻ്റെ ബിഷപ്പിനെ കാണാൻ പോയത് എന്താ? അവിടെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഭരണഘടനയിലുള്ള കാര്യമാണോ അത്? ഭരണഘടനയിലുണ്ടോ അങ്ങനെ? ഇത് ഒരു വകുപ്പെടുത്ത ഒരാൾക്ക് ഒരു വകുപ്പിന് ഒരു മുസ്ലിം ലീഗിന് കൊടുക്കുമ്പോൾ അത് വേറൊരു മതത്തിൻ്റെ ആൾക്കാരെ പോയി വിഷമിക്കാതിരിക്കാൻ വേണ്ടി അത് ഭരണഘടനയില്ലല്ലോ. അപ്പോൾ എന്താ, അതാ മുഖ്യമന്ത്രി ഇരിക്കുന്ന പോസ്റ്റിലിരിക്കുമ്പോൾ കേരളത്തിൽ പ്രശ്നങ്ങളില്ല എന്നും എല്ലാവരെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിലപാടാണ്. അത് ആ കാലത്ത് പിണറായി വിജയൻ ഇരുന്ന സമയത്ത് പിണറായി വിജയൻ ചെയ്തു, ഈ സമയത്ത് VD സതീശൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ SN ട്രസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം SNDP രജിസ്റ്റർ ചെയ്യുന്ന 1961 കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് അല്ലേ, കേന്ദ്ര കമ്മ്യൂണിസ്റ്റ് ആക്ടിൻ്റെ കീഴിലാണ് SN ട്രസ്റ്റ് നിൽക്കുന്നത്. അതിൽ 30 ലക്ഷം അംഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ വെള്ളാപ്പള്ളി നടേശൻ BJPയിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, BJPയിൽ പോകാനുള്ള കാരണം എന്താ സംഭവിച്ചത്? BJP പോയിട്ട് കേന്ദ്രത്തിൻ്റെ അനുമതിയോടുകൂടി 200 ആൾക്ക് ഓരോ വോട്ട് എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് വന്നു.
200 ആൾക്ക് ഓരോ വോട്ട് വെച്ച് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ കുറച്ച് 10-15 വോട്ട് മേടിച്ചാൽ ഈ പറയുന്ന SNDPക്ക് അധികാരത്തിൽ വരാം, ഈ വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിൽ വരാം. അതിനെതിരെ ഹൈക്കോടതി പോയി ഹൈക്കോടതി ഒരു ഉത്തരവിട്ടു. അതെന്താണ്? 1961 പിന്നെ എന്താണ് ഇത് നോൺ ട്രേഡിംഗ് കമ്പനിയായിട്ടാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോൺ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ 1961 നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. അപ്പോൾ കേരളത്തിലെ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് പ്രകാരം ചെയ്യുമ്പോൾ കേരളത്തിലെ എല്ലാ അംഗങ്ങളും വോട്ട് ചെയ്യണം. അങ്ങനെ ഒരു ഹൈക്കോടതി ഉത്തരവ് വന്നു. ആ ഹൈക്കോടതി ഉത്തരവ് കോടതി സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനം എടുക്കാൻ പറഞ്ഞു. നിങ്ങൾ ഇത് നോൺ ട്രേഡിംഗ് കമ്പനിയാണോ, നിങ്ങളുടെ നിലപാട് എന്താണ്, ഇത് കേരളത്തിലെ എല്ലാവരുടെയും വോട്ടോടുകൂടി അധികാരത്തിൽ വരണോ എന്നുള്ളത്. ആ കാര്യത്തിന് വേണ്ടി പിണറായി വിജയൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പം വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന VD സതീശൻ തൻ്റെ അടുത്തോടുകൂടി പറയും. ഇതാണല്ലോ നമ്മൾ പറയുന്ന ആളെ കണ്ടാൽ മിണ്ടായിരിക്കുന്നല്ലോ, അതൊന്നല്ലല്ലോ ചെയ്യേണ്ടത്. കേരളത്തിലെ 30 ലക്ഷം SNDP അംഗങ്ങളെ വോട്ട് മേടിച്ചിട്ട് വേണം വെള്ളാപ്പള്ളി നടേശൻ അധികാരത്തിൽ വരാൻ എന്ന് പറയാനുള്ള തൻ്റെ ഇടം VD സതീശനുണ്ടോ? കാരണം VD സതീശൻ കോർട്ട് ഓർഡർ ഉണ്ട്. കോർട്ട് ഓർഡർ എന്താ? കോർട്ട് ഓർഡർ എന്ന് പറയുന്നത് നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. കേരളത്തിൽ ട്രേഡ് ചെയ്യാത്ത കമ്പനി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും അംഗങ്ങളുടെ അനുമതിയോട് കൂടിയിട്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ നിലപാട് ഇപ്പോൾ സുപ്രീം കോടതി കേസുണ്ട്. ഈ നമ്മൾ ശബരിമലയിൽ UDFൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരുന്നല്ലോ, LDF സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നാണെന്നുള്ളത് നമ്മൾ ശബരിമലയിൽ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ സുപ്രീം കോടതിയിലുണ്ട്, നിലപാട് ചോദിച്ചിട്ടുണ്ട്, സർക്കാരിൻ്റെ നിലപാട് ചോദിച്ചിട്ടുണ്ട്. ആ നിലപാടിന് മറുപടിയായിട്ട് ഈ പറയുന്ന കേരളത്തിലെ 30 ലക്ഷം അണികളുടെയും വോട്ട് മേടിച്ചിട്ട് മാത്രമേ വെള്ളാപ്പള്ളി നടേശൻ ഈ പറഞ്ഞ SNDPയുടെ തലപ്പത്തിരിക്കാൻ പറ്റും. കാരണം വർഗീയവാദിയാണ്, കേരളത്തിൽ വർഗീയ ഉദ്ദേശങ്ങൾ നാട്ടിൽ മാത്രം നടത്തുന്നു, ഈ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് ഈ കേരളത്തിൽ വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്നു, കേരളത്തെ രണ്ടായി വിഭജിക്കാൻ നോക്കുന്നു, NDAക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇതാണല്ലോ. ആ പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയാൽ മതിയല്ലോ. ആ പോസ്റ്റിൽ നിന്ന് മാറ്റാൻ സർക്കാരിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ വടികളുണ്ട്. അതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ നിലപാടൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലാതെ ഞാൻ കണ്ടാൽ മിണ്ടില്ല, ഞങ്ങൾ ചെയ്ത് ശരിയില്ല, ഞങ്ങൾ പ്രസംഗം നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, VD സതീശൻ പ്രസംഗിക്കുന്നതാണ്. ഇപ്പോൾ പോയി വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പ്രസംഗമൊക്കെ എല്ലാം കൂട്ടുനിൽക്കുകയും അപ്പുറം പോയി പൊന്നാടി ഇടുകയും ചെയ്യുന്ന നിലപാട് നമ്മളെടുക്കരുത് കേട്ടോ. അങ്ങനെയാണ് പ്രസംഗം, നമ്മളെടുക്കരുത് കേട്ടോ. ആ നിലപാടാണോ മിനിഞ്ഞാന്ന് കഴിഞ്ഞ് 2 ദിവസം മുന്നേ വീട്ടിൽ കണ്ടത്? പൊന്നാടി അടിയിച്ചില്ലേ? അപ്പോൾ എന്തേ ഈ നിലപാട് മാറുന്നത്? അപ്പോൾ അത് പോസ്റ്റിന് വ്യത്യാസമുണ്ടെന്നേ. അത് ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ മനസ്സിലാകാത്തതുകൊണ്ടാണ്, ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്, ഓരോ സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാടെടുക്കാൻ പറ്റത്തത്, അദാനിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാടെടുക്കാൻ പറ്റാത്തത്. അദാനിയുമായി കോൺഗ്രസിൻ്റെ നിലപാട് ഇതാണോ? PM ശ്രീയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ നിലപാട് ഇതാണോ? ഈ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ആര്? തുഷാർ വെള്ളാപ്പള്ളി അല്ലേ? രാഹുൽ ഗാന്ധിക്കെതിരെ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുടെ കയ്യിൽ നിന്ന് ഷാൾ മേടിക്കുമ്പോൾ അത് മേടിക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ ബോധമല്ലേ? അപ്പോൾ അങ്ങനെയാണ് K. സുരേന്ദ്രൻ നാളെ രാവിലെ വന്നിട്ട് VD സതീശൻ ഷാൾ ഇട്ട് കൊടുത്തിരിക്കുമോ? അപ്പോൾ അല്ലെങ്കിൽ നാളെ ശശികല ടീച്ചർ, ശശികലല്ലേ, ശശികല ടീച്ചർ വന്നിട്ട് ഒരു ഷാൾ ഇടാൻ തീരുമാനിച്ചാൽ ആ ഷാൾ സ്വീകരിക്കുമോ? അപ്പോൾ നിലപാട് എന്ന് പറയുന്നത് എനിക്ക് ഈ അവസരത്തിനൊത്തു മാറും, അതിനാണ് അവസരവാദം എന്ന് പറയുക. അതിന് നിലപാടെന്ന് പറയില്ല, അതിനാണ് നമ്മൾ അവസരവാദം എന്ന് പറയുക. ആ അവസരവാദ നിലപാട് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതും ഏത് രീതിയിൽ കൊണ്ടുപോകുന്നതും വിചാരിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇതിപ്പോൾ ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ, ഇതൊന്നും ഇല്ലാതെ പറ്റത്തില്ല. ഇവർ നോക്കിക്കോളൂ, ഇനി NSSനെ കാണാൻ പോകും, എണ്ണ നിരങ്ങുന്നതിന് ഒരു ഡൗട്ടും ഉണ്ടാവത്തില്ല. SNDPയെ കാണാൻ പോകും, സഭാ ആസ്ഥാനങ്ങളിൽ കൂടെ പോകും, ബിഷപ്പുമാരെ കാണും, ഈ പറഞ്ഞ എല്ലാവരെയും കാണും, ഇവരുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കും, ഇതുവഴി മുന്നോട്ട് പോകും. അപ്പോൾ ഇതിനെല്ലാം ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരണം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ പറയുക? അപ്പം നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഇനി ഞാൻ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ പറയുക? എന്ത് ചോദിച്ചാലും പറയില്ല പിണറായി വിജയൻ്റെ സ്ഥലത്ത് പെട്രോളിന് വില കുറച്ചിട്ട് ടാക്സ് ഒഴിവാക്കിയോ? പിണറായി വിജയൻ്റെ സർക്കാരിന് കുറച്ചിട്ടില്ലല്ലോ, അത് ഉത്തരവാണ്. ഇനി എന്ത് ചോദിച്ചാലും പിണറായി വിജയൻ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്യേണ്ട കാര്യമില്ല. പിണറായി വിജയൻ ചെയ്യാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ അധികാരത്തിൽ വന്നത്, പിണറായി വിജയൻ ചെയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് 102 സീറ്റ് കിട്ടിയത്. അപ്പം എന്ത് ചോദിച്ചാലും ഇനി മറുപടി പറയാൻ വരുന്നത് പിണറായി വിജയൻ്റെ കാലത്ത് ചെയ്തിട്ടില്ലല്ലോ. കേരളത്തിൽ പണപ്പെരുപ്പാണ്, എന്തെങ്കിലും വിലക്കയറ്റമാണ്, എന്തെങ്കിലും ചെയ്യണം. കഴിഞ്ഞ 10 മാസമായിട്ട് വിലക്കയറ്റമില്ല, ഇന്നലെയാണോ വിലക്കയറ്റം വന്നതെന്ന് ചോദിക്കുന്നത്? കഴിഞ്ഞ 10 വർഷമായിട്ട് വിലക്കയറ്റം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ 102 സീറ്റിൽ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇന്നലെ അല്ലല്ലോ. അപ്പോൾ അതിനൊരു തീരുമാനം വേണ്ടേ? പിന്നെ ഇനി ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനി എല്ലാം ലീഗൽ മാറ്ററുകളായിരിക്കും കേട്ടോ. ഏത് മുനമ്പം വിഷയത്തിൻ്റെ കാര്യം ചോദിച്ചാൽ പറയും 10 മിനിറ്റ് കൊണ്ടായിരുന്നു. ഇലക്ഷന് മുൻപ് 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റും. ഇലക്ഷന് ശേഷം എന്താ, അത് നിയമവകുപ്പ് പോയി ആലോചിച്ചിട്ട് പിന്നെ തീരുമാനം എടുക്കും. മറ്റേ PM ശ്രീ എന്താ, ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഇതല്ലേ ജനങ്ങൾക്ക് അറിയേണ്ടത്? കേരളത്തിലെ LDF സർക്കാർ PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയാണ്. ഇപ്പം എന്താ പറയുന്നത്? അന്ന് പിണറായി വിജയൻ പറഞ്ഞ എന്താ, അന്ന് ഇടതുപക്ഷം പറഞ്ഞ എന്താണ്, അത് ലീഗൽ മാറ്ററാണ്, ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് SSKൻ്റെ ഫണ്ട് കിട്ടാറുണ്ട്, ഇത് ഒപ്പിട്ടാൽ മാത്രമേ SSKൻ്റെ ഫണ്ട് കിട്ടുള്ളൂ, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. ഇപ്പോൾ അതേ നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് വന്നു, SSKൻ്റെ ഫണ്ട് കിട്ടണം, ലീഗൽ മാറ്ററായി വന്നു. അപ്പോൾ ഇതിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്നേ. കാരണം എന്താ, ഭരിക്കുന്നത്
കേരളത്തിൽ രാഷ്ട്രീയക്കാർ മാത്രമല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഒരു താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ചിട്ടുണ്ട്. ഒരു മിണ്ടാട്ടമില്ലല്ലോ, ഒരക്ഷരം മിണ്ടാട്ടില്ല. അപ്പം അരു സാർ പറഞ്ഞ പോലെ എന്താണ് സ്വന്തം അളിയനെ വകുപ്പിൽ വെക്കാം ചോദിച്ചാൽ എന്താ, അത് ബന്ധു നിയമനമായി കാണാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അത് ബന്ധുനിയമനമായി കാണാൻ കഴിയത്തില്ല അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഓരോ രാഷ്ട്രീയക്കാരുടെ വീട്ടിലൊന്നും ഉള്ളവരെല്ലാം BJP-ക്കാരും CPM-മാരാണല്ലോ, കോൺഗ്രസ്സുകാർ മാത്രമല്ലല്ലോ. അപ്പം ബന്ധു നിയമനം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മാത്രമല്ല, അത് സ്വന്തം അളിയനെ സ്വന്തം സ്ഥലത്ത് തന്നെ വെക്കണം, സ്വന്തം അടുത്ത് തന്നെ അപ്പുറം വെക്കണം. അല്ലാതെ വേറൊരു വകുപ്പിൽ വെച്ചാൽ എന്താണ്, അത് വേറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്വന്തം അളിയുടെ വകുപ്പിൽ തന്നെ നേതാവ് പറയണേ, ഹണിമൂൺ പീരീഡിൽ അളിയനെയും കൊണ്ടുപോയ ഒരേ ഒരു സാധാരണ ഒറ്റയ്ക്കാണ് പോവുക, അളിയനെയും കൊണ്ട് ഹണിമൂണിന് പോകുന്ന ഒരു സർക്കാർ ഇതാണ്. അപ്പം ഇത് വളരെ സിമ്പിളാണ് മാധു. എന്താ അറിയോ, അധികാരത്തിൽ വരുന്നത് വരെ നിലപാടുണ്ടാവുള്ളൂ. അധികാരത്തിൽ വരുന്നതിന് ശേഷം നമ്മൾക്ക് പറ്റിയ നിലപാടുകളൊക്കെ പറയും, അല്ലാതെ മൂടി വെക്കുകയും ചെയ്യപ്പെടും എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയെ വണങ്ങണോ എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം നോ എന്ന് തന്നെയാണ്, ശക്തമായ നോ. Meet the editors.